താഴേന്ന് വരുന്ന ആ റോഡാണ്, ചുരത്തിൻ്റെ എയർപിന്നാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നുള്ളത്. ഈ വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടു നിൽക്കരുത്. ആകാശ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ഈ സൂര്യകാന്തി പൂക്കളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. അവിടേക്ക് ഇവിടുത്തെ KSRTC ത്രൂക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നേരം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാൻകുട്ടികളെയും കാട്ടുപോത്തിനെയൊക്കെ കാണാനുള്ള അവസരം കിട്ടും. അങ്ങനെ നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലെത്തി. ഗൂഡല്ലൂരൊക്കെയാണ്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മൂന്നാമത്തെ ഫോറസ്റ്റ് ആയിട്ടുള്ള മുതുമലൈ ടൈഗർ റിസർവ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു കാലത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജായിരുന്നു ഇത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. നമ്മൾ കൃത്യം 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം 9 മണിയോടെ താമരശ്ശേരി ചുരത്തിലെത്തി. താമരശ്ശേരി ചുരത്തിൽ 9 ഹെയർപിൻ വളവുകളുണ്ട്. വയനാടിനെ കോഴിക്കോട് ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ഈ 14 കിലോമീറ്റർ നീളമുള്ള ചുരം അതിമനോഹരമായ കാഴ്ചകളാണ് ഓരോ യാത്രക്കാർക്കും സമ്മാനിക്കുന്നത്. താമരശ്ശേരി ചുരം വിസിറ്റ് ചെയ്യേണ്ട ഏറ്റവും മികച്ച സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വിന്റർ മന്ത്സ് ആണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോഴായിരിക്കും ഭയങ്കര കൂൾ ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള കാലാവസ്ഥ. നമ്മൾ രാവിലെ തന്നെയാണ് ഈ ചുരം കയറുന്നത്. അതുകൊണ്ട് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല കാലാവസ്ഥ തന്നെ ആയിരുന്നു. നമ്മളിപ്പോൾ വയനാട് ചുരത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക യാത്രക്കാരും ഇവിടെ വണ്ടി നിർത്തി താഴത്തെ വ്യൂ കാണാറുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ചുരത്തിന്റെ ഹെയർപിൻ വളവുകൾ നമുക്ക് കാണാൻ പറ്റും. അല്ലേ, കാണുന്നുണ്ടോന്ന് അറിയില്ല എത്രമാത്രം. ഇത് താഴേന്ന് വരുന്ന ആ റോഡാണ്, ചുരത്തിൻ്റെ എയർപിന്നാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നേരെ ഗുണ്ടൽപേട്ട് പിടിക്കണം. ഇവിടെ ഒരുപാട് കുരങ്ങൻകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. റോഡിന്റെ സൈഡിലും അതുപോലെ ആ മലയുടെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ദേ നോക്കൂ, ഒരുപാട് കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. നല്ല രസമായിരുന്നു കാണാൻ. വയനാട് ജില്ലയിലെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആന, പുലി, മാന്, കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ വന്യജീവി സംരക്ഷണത്തിനും പര്യവേഷണത്തിനും പ്രശസ്തമാണ്. ഇതിലൂടെയുള്ള യാത്ര വളരെ സ്പെഷ്യലായിരുന്നു. കാരണം ഒരുപാട് വാഹനങ്ങളോ ഭയങ്കര തിരക്കോ ഒന്നും ഇല്ലാതെ ഭയങ്കര നീറ്റായിട്ട് നീണ്ടു കിടക്കുന്ന റോഡ്. നമ്മൾ മസനഗുഡി വഴി ഊട്ടി എന്ന യാത്ര സെലക്ട് ചെയ്യാൻ കാരണം തന്നെ 3 ഫോറസ്റ്റ് കവർ ചെയ്തിട്ട് വേണം ഊട്ടിയിലെത്താൻ. അതായത് ഒന്ന് വയനാട്ടിലുള്ള മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതായത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. 3 തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവ്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്യജീവികളെ കാണാനുള്ള അവസരം ചിലപ്പോൾ കിട്ടിയേക്കാം. ദേ ഈ കാണുന്ന റോഡിന്റെ സൈഡിലുള്ള കുളത്തിൽ നിന്ന് കുറെ കുട്ടികളും ചേച്ചിമാരും കൂടി മീൻ പിടിക്കുന്നത് കണ്ടു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടിലാണ് ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉള്ളത്. അങ്ങനെ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന സമയത്താണ് റോഡിന്റെ സൈഡിലായിട്ട് ഒരു ആന നിൽക്കുന്നത് കണ്ടത്. ഈ വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും വണ്ടി നിർത്തി കാഴ്ചകൾ കണ്ടു നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഫൈൻ ഇടും. അവർ ഈ റോഡിലൂടെ എപ്പോഴും പാസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആരെങ്കിലും അവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഫൈൻ ഇടും. ആകാശ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. മഴവില്ലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഇവിടെ ധാരാളം സൂര്യകാന്തി പൂക്കളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. നമുക്ക് തോട്ടത്തിനുള്ളിൽ കയറിയിട്ട് സെൽഫിയൊക്കെ എടുക്കാം. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീ ആയിട്ട് ഈടാക്കുന്നത്. ഈ സൂര്യകാന്തി പൂക്കളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. നമുക്കിവിടെ വന്നിട്ട് സെൽഫീസൊക്കെ എടുക്കാം. ദേ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേ ആ കാണുന്ന വലിയ മലയ്ക്ക് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക്
ഇവിടുത്തെ KSRTC ത്രൂക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ അതിനുവേണ്ടി അവിടെ ക്യൂ നിൽക്കണം. ഒരു നീണ്ട ക്യൂ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ടെമ്പിളിലേക്ക് പോയില്ല, തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച രണ്ടാമത്തെ ഫോറസ്റ്റായ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. കർണാടകയിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജംഗിൾ സഫാരിയൊക്കെ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ഫോറസ്റ്റിലൂടെ വരുമ്പോൾ ഒരുപാട് വന്യജീവികളെ കാണാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നമുക്ക് മാൻകുഞ്ഞുങ്ങളെയാണ് മെയിനായിട്ട് കാണാൻ പറ്റിയത്. ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ രാത്രി കാലങ്ങളിൽ KSRTC അവൈലബിൾ ആണ്. അപ്പോൾ അന്നേരം നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാൻകുട്ടികളെയും കാട്ടുപോത്തിനെയൊക്കെ കാണാനുള്ള അവസരം കിട്ടും. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ കടുവകളും ആനകളും പുലികളും കരിമ്പുലികളും മാനും ഒക്കെ തന്നെയാണ്. ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ്. ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ബാംഗ്ലൂർ വിമാനത്താവളമാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടേക്ക് നേരത്തെ പറഞ്ഞ പോലെ KSRTC ബസ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലെത്തി. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് നീലഗിരി ഡിസ്ട്രിക്റ്റ്. പശ്ചിമഘട്ടത്തിലെ നീലഗിരി പർവ്വത നിരകളിലാണ് ഈ ഡിസ്ട്രിക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ഡിസ്ട്രിക്റ്റിലെ പ്രധാന ആകർഷണങ്ങൾ ഊട്ടി, കൂനൂർ, കോത്തഗിരി, ഗൂഡല്ലൂർ ഒക്കെയാണ്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മൂന്നാമത്തെ ഫോറസ്റ്റ് ആയിട്ടുള്ള മുതുമലൈ ടൈഗർ റിസർവ്. മുതുമലൈ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര വളരെ സ്പെഷ്യലായിരുന്നു. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ തന്നെയാണ്. എത്ര നീറ്റായിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഈ റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല കണ്ടീഷനുള്ള റോഡായിരുന്നു. ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. പിന്നെ ഈ രണ്ട് സൈഡിലുള്ള കാടും കാഴ്ചകളും നല്ല ക്ലൈമറ്റും ഒക്കെ ആയപ്പോൾ പിന്നെ പറയാൻ വാക്കുകളില്ല. അത്രയും മനോഹരമായിരുന്നു ഇതിലൂടെയുള്ള യാത്ര. മറ്റ് ഫോറസ്റ്റുകളെ പോലെ തന്നെ ഇവിടുത്തെയും പ്രധാന ആകർഷണം കടുവകളും ആനകളും പുലികളും കരിമ്പുലികളും മാനുകളും ഒക്കെ ആണെങ്കിൽ കൂടി നമ്മൾ ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നിനെയും കണ്ടില്ല. ചിലപ്പോൾ നമ്മൾ വന്ന സമയം അതായതുകൊണ്ടായിരിക്കണം ഇവിടെ നമ്മൾ വന്യജീവികളെ ഒന്നും കണ്ടില്ല. പക്ഷെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ടായിരുന്നു നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഇവിടുത്തെ ജംഗിൾ സഫാരി അടിപൊളിയാണെന്നാണ് കേട്ടറിവ്. സോ നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ ജംഗിൾ സഫാരിയിൽ ജോയിൻ ചെയ്യണം. ദേ നമ്മുടെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കേരളത്തിലെയാണ്. പിന്നെ ഇനി കുറച്ചുകൂടി അങ്ങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസനഗുഡിക്കുള്ള റൂട്ടെത്തും. നമ്മൾ ഏകദേശം ഊട്ടി എത്താനായി കഴിഞ്ഞു. കുറച്ച് ദൂരം കൂടി ഇനി കവർ ചെയ്യാനുള്ളൂ. അങ്ങനെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് മസനഗുഡി റോഡ്. അവിടെ മോയാർ റിവർ കണ്ടു. അത് ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ മുതലകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ അവിടെ പോസ്റ്ററും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയൊന്നും ചെയ്തില്ല. അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. നമുക്ക് ഊട്ടിയിലേക്ക് വരാൻ ഏറ്റവും എളുപ്പ വഴി ഇതല്ല. നിലമ്പൂർ ഗൂഡല്ലൂർ വഴിയാണ് ഏറ്റവും എളുപ്പം. അതാവുമ്പോൾ 170 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 300-350 കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കാടും കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് വരാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായും ഇതിലൂടെ വരണം. പിന്നെ ഊട്ടിയിൽ നിന്നും മസനഗുഡിയിലേക്ക് വരാൻ ബസ്സും അതുപോലെ ടാക്സിയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം വണ്ടിയിലോ മസനഗുഡിക്ക് വരാം. മസനഗുഡിയിലെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുതുമലൈ ടൈഗർ റിസർവ്, മസനഗുഡി ഫോറസ്റ്റ്, മുതുമലൈ ഹിൽസ് ഒക്കെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ തണുപ്പുള്ളതാണ്. ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ ജൂൺ വരെ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു കാലത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജായിരുന്നു ഇത്. ഇവിടെ ഇപ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല.
അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഫൈൻ ഇടും. സോ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റിയുള്ളൂ. നല്ല രസമായിരുന്നു. ഇവിടുത്തെ പൂക്കളും ആ ഒരു സീനറിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ കൽഹാട്ടി ചുരത്തിൽ എത്താനായി. കൽഹാട്ടി ചുരം അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ചുരമാണ്. ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേങ്കിൽ ഇതിലൂടെ ഉള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുക. ചുരം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഊട്ടി എത്താനായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ശരീരം നമ്മളെ അറിയിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി വരും. ഇവിടെ നമ്മളിപ്പോൾ ഊട്ടിയിലെത്തിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ കൃത്യം 6 മണി ആയപ്പോഴത്തേനും ഊട്ടിയിലെത്തി. ഊട്ടിയിലെ സായാഹ്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ വൈകുന്നേരം അത്യാവശ്യം മഴ പെയ്ത് തോർന്നിരുന്നു. റോഡ് സൈഡിലൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിനി റൂം എടുക്കാൻ വേണ്ടി പോവാണ്. ഊട്ടിയിൽ വന്നിട്ട് SR റെസിഡൻസി എന്നായിരുന്നു റൂം എടുത്തത്. ഇവിടുത്തെ റൂമിലെ ഫെസിലിറ്റി ഓക്കെ ആയിരുന്നു. വലിയ ഗംഭീരമായിട്ടുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഊട്ടിയിലെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടു ഗീവ് എ തംസ് അപ്പ്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ടാറ്റാ, ബൈ, സ്റ്റേ ഹാപ്പി.